എംപുരാൻ മൂവി ലൂസിഫർ സെക്കൻഡ്. എംപുരാനേ 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 എംപുരാനേ. എമ്പുരാൻ ഇറങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസത്തെ രാവിലത്തെ 7 മണിക്കത്തെ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. തളിപ്പറമ്പിൽ വെച്ചിട്ടാണ് സിനിമ കണ്ടത്. തളിപ്പറമ്പിലെ ക്ലാസിക് തിയേറ്ററിൽ വെച്ചിട്ടാണ് കാണുന്നത്. 7 മണിക്കാണ് ഷോ. അപ്പം അത്രയും ഒരു ആകാംക്ഷയോടെ അത്രയും പ്രതീക്ഷയോടെയൊക്കെയാണ് നമ്മൾ ആ സിനിമയ്ക്ക് പോകുന്നത്. കാരണം എമ്പുരാൻ മലയാള സിനിമയിൽ കഴിഞ്ഞ കുറേ നാളിന് ശേഷം, അതായത് മലയാള സിനിമയിൽ നല്ല രീതിയിൽ ബഡ്ജറ്റ് ഇറക്കിയ ഒരു ഫിലിമാണ് എമ്പുരാൻ. അതായത് കുറേ വിദേശ രാജ്യങ്ങളിലാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എമ്പുരാൻ്റെ ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാരനും അതുപോലെ തന്നെ ലെജൻഡ് മോഹൻലാൽ, അതുപോലെ തന്നെ നമ്മുടെ അഭിമാനമായ മോഹൻലാൽ, അതുപോലെ തന്നെ ലൂസിഫറിൻ്റെ സെക്കൻഡ് പതിപ്പായതുകൊണ്ട് തന്നെ ലൂസിഫറിൽ അഭിനയിച്ചിരിക്കുന്ന മിക്ക കഥാപാത്രങ്ങളും മിക്ക നടീനടന്മാരും ഇതിലേക്ക് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വില്ലനൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വില്ലനെയും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇതിനകം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ആ കാര്യത്തിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒന്നും പറയാനില്ല. നമ്മൾ പലതരം നെഗറ്റീവിലൂടെയാണ് ഇപ്പോൾ ഈ ആ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതൊന്നുമില്ല. ഞങ്ങൾ ആ സിനിമ കാണുമ്പോൾ വെച്ചാൽ നമ്മൾ 150, 180, 320, അപ്പം പല റേഞ്ചിലുള്ള ടിക്കറ്റുകൾ എടുത്തിട്ടാണ് ആളുകൾ സിനിമക്ക് കയറുന്നത്. പല തിയേറ്ററിൻ്റെ ഓരോ ഇത് വെച്ചിട്ടാണ് ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ മാറുന്നത്. പക്ഷേ നമ്മൾ ആ ടിക്കറ്റ് കൊടുത്തിട്ട് ഈ ഒരു സിനിമ, ഇതൊരു ബ്രഹ്മാണ്ഡ വലിയൊരു സിനിമയാണ്. അത്രയും ബഡ്ജറ്റ് ഇറക്കിയ ഒരു സിനിമയാണ്. ഈ സിനിമ മലയാള ചരിത്രത്തിൽ തന്നെ വലിയൊരു അഭിമാനമാണ് സിനിമ ലോകത്തിന്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ ഒരു തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. എല്ലാവരും തീർച്ചയായിട്ടും തന്നെ തിയേറ്ററിൽ പോയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് എമ്പുരാൻ. എമ്പുരാൻ്റെ ടൈറ്റിൽ ആ ഒരു തുടക്കത്തിൽ തന്നെ എമ്പുരാനെ എന്ന് പറഞ്ഞ ആ ഒരു പാട്ടോടുകൂടിയാണ് അത് തുടങ്ങുന്നത്. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ എൻട്രി, അതുപോലെ തന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന പൃഥ്വിരാജ്, അതുപോലെയുള്ള മാസ് സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല രോമാഞ്ചപ്പെടുന്ന ചില രംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തുടക്കത്തിൽ ഇന്ത്യൻ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മളെല്ലാം വായിച്ചും കേട്ടും അറിഞ്ഞ സംഭവങ്ങളാണ്. ഇന്ത്യയിൽ നടന്ന അക്രമങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അതൊരു കലാപത്തെക്കുറിച്ചുമൊക്കെയാണ് വലിയ രീതിയിൽ ആദ്യം തന്നെ നല്ല അടിപൊളിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ ഒന്ന് സെൻറ്റിമെൻറ്റ്സ് ആവും. കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടികളെ കൊല്ലുന്നത്, അതുപോലെ തന്നെ പിന്നെ പ്രായമായവരൊക്കെ അടിച്ചു കൊല്ലുന്നത്, അതുപോലെ തന്നെ ഒരു വയലൻസ് സീനാണ്. അപ്പോൾ ആ വയലൻസ് സീൻ കണ്ട് നമുക്ക് സത്യത്തിൽ ഒരു ഇമോഷണലായി പോകും. ഏതൊരു സാധാരണ പ്രേക്ഷകനും മനസ്സിലെ ഒരു എന്താ പറയുക, ഒരു വിഷമിപ്പിക്കുന്ന രംഗങ്ങളാണ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മുടെ കേരളത്തിലെ പൊളിറ്റിക്സ് അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലൊക്കെ വരുന്നത്. എന്തായാലും പടം അടിപൊളിയായി. ഞാൻ നല്ല രീതിയിൽ ഒരു 7 മണിക്കൊക്കെ ഷോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു 6 മണിക്കൊക്കെ എണീച്ചിട്ടാണ് നമ്മൾ ഈ ഷോന് പോകുന്നത്. അപ്പോൾ ആ പടം ആ രൂപത്തിൽ നമ്മൾ ഉറക്കമൊക്കെ ഒഴിഞ്ഞിട്ടൊക്കെ ആളുകൾ പോകുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഷോയിൽ 6 മണിക്കാണ്. അപ്പോൾ എന്നാലും ആ ഒരു ഉറക്കക്ഷീണമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. വലിയൊരു പ്രതീക്ഷയോടൊന്നും പോയിട്ട് കണ്ടാൽ ചിലപ്പം എന്താ പറയുക, ആ ഒരു പ്രതീക്ഷയോടെ പോയി കാണാൻ. ഇപ്പോൾ ലൂസിഫർ പോലെയുള്ള ഒരു പടമാണെന്ന് വെച്ചാൽ ലൂസിഫർ പോലെയുള്ള ഒരു ഇതല്ല, കഥയല്ല. അപ്പം പടം എന്ന് വെച്ചാൽ അതിൻ്റെ മേക്കിംഗ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്, സെനഗൽ, അതുപോലെ തന്നെ ലണ്ടൻ, അതുപോലെയുള്ള പല പല വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ കുറേ വിദേശ താരങ്ങളുണ്ട്. നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ട് അവർ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്തായാലും ലൂസിഫർ ആയാലും നമുക്ക് എമ്പുരാനായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക്. അതുപോലെ തന്നെ ഈ സിനിമയെ ഒരു പൊളിറ്റിക്സ് രീതിയിൽ, വേറൊരു രീതിയിൽ രാഷ്ട്രീയക്കാർ ആ ഒരു രീതിയിൽ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലാ രാഷ്ട്രീയക്കാരെയും അത്യാവശ്യം കളിയാക്കുന്നുണ്ട്, അത്യാവശ്യം അവരെയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് എന്നെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മളെയാണ് പറഞ്ഞത് എന്ന രൂപത്തിൽ വലിയ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരു സിനിമയെ സിനിമയായിട്ട് കാണുക എന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഏത് സിനിമയായാലും സിനിമയെ സിനിമയായിട്ട് കാണുക, അല്ലാതെ അതിൽ രാഷ്ട്രീയം ഇല്ല. അതിൽ നടന്ന സംഭവങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതേപോലെ തന്നെ വായിച്ചും കേട്ട് അറിഞ്ഞ സംഭവങ്ങൾ, ആ സംഭവങ്ങളെ ഒരു സിനിമ എന്ന രീതിയിൽ ചിത്രീകരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരനും മുരളി ഗോപിയൊക്കെ എഴുതിയ മുരളി ഗോപിയൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ സിനിമ ഇനിയും കാണാത്തവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല സിനിമയാണ്, അത്യാവശ്യം നല്ല ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. എല്ലാവർക്കും
ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. കാരണം എന്ന് വെച്ചാൽ അതിൽ മാസുണ്ട്, അതിൻ്റെതായ BGM, അതിൻ്റെ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പൈസ മുതൽ മുടക്കിയ ഒരു സിനിമയാണ്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ കാണാനുണ്ട്. കുറേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഷൂട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് തന്നെയായാലും തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട ഒരു സിനിമ തന്നെയാണ് എമ്പുരാൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ സിനിമയെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പൃഥ്വിരാജിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ സിനിമയാണ്. നല്ല ഗംഭീരമായിട്ട് അത് പൃഥ്വിരാജ് നിറവേറ്റിയിട്ടുണ്ട്. പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഇനിയും മലയാള സിനിമയ്ക്ക് ഒരുപാട് ഇതേപോലെയുള്ള സിനിമകൾ നൽകാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് മലയാള സിനിമയ്ക്ക് ഒരുപാട് ഇതേപോലെ തന്നെ നല്ല നല്ല സിനിമകൾ ഇനി വരണം. അതൊരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ നമ്മളതിനെ സെൻസർ ചെയ്ത് കട്ട് ചെയ്യുകയോ മറ്റു രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാതെ സിനിമയെ സിനിമയായി കണ്ടുകൊണ്ട് നമ്മൾ ആ സിനിമയുടെ ആ ഒരു രംഗങ്ങളെ അതൊരു നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് എതിരാണെന്ന് വെച്ചിട്ട് നമ്മൾ വല്ലാത്ത രൂപത്തിൽ അതിനെ പ്രതിരോധിക്കുന്നത് ശരിയല്ല എന്നാണ് പറയാനുള്ളത്. മലയാള സിനിമയിൽ ഇതിൻ്റെ മുമ്പും ഒരുപാട് രാഷ്ട്രീയ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നല്ലതായി ചിത്രീകരിക്കുകയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ മോശമായി ചിത്രീകരിക്കുന്നതായ നിരവധി സിനിമകൾ നമ്മൾ ഒരുപാട് മലയാള സിനിമയിൽ തന്നെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം വല്ലാത്ത രീതിയിൽ രാജ്യം ഭരിക്കുന്ന അവർ, അതുപോലെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് സംഘടനകളൊക്കെ വലിയ രീതിയിൽ ഈ സിനിമയ്ക്കെതിരെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. നമ്മുടെ നേതാക്കന്മാരാണ് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നതല്ല. സിനിമയിൽ പല കാര്യങ്ങളും ചെയ്യില്ലേ, സിനിമയിലില്ല എല്ലാ കാര്യങ്ങളും നടന്നതാണോ? അത് നമുക്ക് ഒരു സംഭവത്തിനെ ഉദ്ദേശിച്ചിട്ട് നമുക്ക് പല സംഭവങ്ങളും സിനിമയിൽ കാണുന്നില്ലേ, എല്ലാം ശരിയാണോ? ഇതിനെയൊക്കെ ഓഡിറ്റ് ചെയ്യാനും ഇതിന് പോയാൽ എവിടെ നമ്മുടെ മലയാള സിനിമ മുന്നോട്ട് പോവാം? അപ്പം നമ്മൾ തമിഴിലായാലും മറ്റ് സിനിമയിലെല്ലാം കാണുന്നില്ലേ, എല്ലാത്തിലും പൊളിറ്റിക്സും കാര്യങ്ങളിലും വരുന്നുണ്ട്. പക്ഷേ ആ സിനിമയെ ബഹിഷ്കരിക്കുകയും ആ സിനിമയ്ക്കെതിരെ സെൻസർ ബോർഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നിർദ്ദേശം നൽകുകയും ചെയ്യുന്നത് ഒരു തരത്തിലും ഗുണകരമല്ല. ആ ഗുണകരമല്ലാത്ത രീതിയിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾ പിന്മാറണം എന്നാണ് എനിക്ക് ഈ ഒരു രൂപത്തിൽ കാണുമ്പോൾ പറയാനുള്ളത്. കാരണം മലയാള സിനിമ ഇനിയും ഉയരണം, ഇതുപോലുള്ള സിനിമകൾ വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല. കണ്ടതിൽ ഒരു നഷ്ടവും സംഭവിക്കാനില്ല. അത്രയും നല്ല ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ട സിനിമയാണ്. മോഹൻലാലിൻ്റെ അതിഗംഭീരമായ മേക്കിംഗ്, അതേപോലെ തന്നെ അതിഗംഭീരമായ സീനുകളും കാര്യങ്ങളിലും ഉണ്ട്. നല്ല രീതിയിൽ നമുക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര സംഭവമാണ് അതിൽ. അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചില ആളുകൾ ഇതിൻ്റെ പേരിൽ വിവാദം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സെൻസർ ബോർഡ് ഈ ചില കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇനി പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്ന ന്യൂസ് ചാനലുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പം തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ ആളുകളും പോയിട്ട് തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എമ്പുരാൻ എന്ന സിനിമ തീർച്ചയായിട്ടും വലിയൊരു വിജയത്തിലേക്ക് ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ പോയിട്ട് സിനിമ കാണുക.